അതെ, ഈ പത്തനംതിട്ട ജില്ലയിലുള്ളവർ ബീഫ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഞങ്ങൾ അതിലൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമോ അതെന്തുവാന്ന്? ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ ചേരുവ ചേർത്തുള്ള ബീഫിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതേപോലൊരു റെസിപ്പി 2 കിലോയുടെ ബീഫിൽ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. വീഡിയോയുടെ തുടക്കത്തിൽ ചെറുതായിട്ട് ക്യാമറ ഫോക്കസ് ആവാത്തതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റിയുടെ കുറവൊക്കെ ഉണ്ട്. ക്ഷമിച്ചേക്കണം കേട്ടോ. നിങ്ങൾക്ക് പക്ഷേ മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി ഞാൻ ചൂടാകാൻ വെച്ചു. ഉരുളി ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങാക്കൊത്ത്, അതിപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. നീളത്തിൽ ഇതേപോലെ കട്ടി കുറച്ച് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തിന് ഒരു നിറവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ ഇതേപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും 1.5 കുടം വെളുത്തുള്ളി ഇതേപോലെ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില, അതുപോലെ ഒരു പച്ചമുളക് നെടുക കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ചേരുവ, ബീഫിന് ടേസ്റ്റ് കൊടുക്കുന്ന ഇതേപോലെ ഒരു ചെറിയ കഷ്ണം കായം, കട്ടക്കായം എന്ന് പറയും. അപ്പോൾ ഇതിന് പകരം കായം പൊടി ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചേർക്കാൻ, വേറെ ഒരു വഴി ഇല്ലെങ്കിലും. പക്ഷേ ഇങ്ങനെ കട്ടക്കായം തന്നെ ചേർക്കുന്നതാണ് ബീഫിന് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. തയ്യാറാക്കി നോക്കാത്തവർ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. ഏകദേശം ഒരു 20 കൊച്ചുള്ളി ഉണ്ട്. അത് ഇതേപോലെ പൊളിച്ചിട്ട് 2-3 കഷ്ണങ്ങളായിട്ട് കീറിയതും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് ഏറെ കൊച്ചുള്ളി ഇട്ടാലും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ സവാളയുടെ അളവ് കുറച്ചാൽ മതി. ഞാനിതിലേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 2 മീഡിയം സൈസിലെ സവാളയും കൂടെ നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വഴലാൻ വേണ്ടി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുമ്പോൾ ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഈ ഉള്ളി കരിഞ്ഞു പോകാതെ ഇതുപോലെ കട്ടി കുറച്ച് ലൈറ്റ് ബ്രൗൺ നിറത്തിൽ വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ബീഫിന് മല്ലിപ്പൊടി വേണം കേട്ടോ. മല്ലിയും കായവും ബീഫിൽ ടേസ്റ്റ് കൊടുക്കുമെന്ന് എൻ്റെ പപ്പ എപ്പോഴും പറയും. ഇനി ഇതുപോലെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ, കാശ്മീരി മുളക് പൊടി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് ഈ ബീഫിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുത്തു. അപ്പം ഞാൻ ഒരുപാട് എണ്ണ ചേർക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ആ മസാല ഒന്ന് വഴറ്റുന്നത് കേട്ടോ. മസാല നല്ലതുപോലെ വഴറ്റിയെടുക്കണം. മസാല നല്ലതുപോലെ വഴറ്റിയാൽ നമ്മുടെ ബീഫിന് നല്ലൊരു നിറം കിട്ടും കേട്ടോ. ലാസ്റ്റിൽ കറി വെച്ച് കഴിയുമ്പോഴും ഞാൻ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്നും കൂടെ നല്ലതുപോലെ വഴറ്റി കൊടുത്തു. അങ്ങനെ ബീഫിൻ്റെ ഈ മസാലയെല്ലാം നല്ലതുപോലെ വഴറ്റി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 കിലോ ബീഫാണ്. നല്ലതുപോലെ കഴുകി, അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളം വാലാൻ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഏറ്റവും കുറഞ്ഞത് ഒരു 2 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇളക്കി ഈ മസാലയെല്ലാം ഈ ബീഫിൽ പിടിക്കണം കേട്ടോ. ഈ ഒരു ടിപ്പ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പം ബീഫിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ബീഫിൽ ഈ മസാലയൊക്കെ പിടിച്ച് നല്ല ഇതാവുമ്പോഴും കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്തിട്ട് ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക. നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ്, മസാലയൊക്കെ നല്ലതുപോലെ വഴണ്ടി കിട്ടുകയല്ലേ. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് പാകത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ലെവലിന് കുറച്ച് മുകളിൽ നിൽക്കണം. കാരണം ബീഫ് ആകുമ്പോൾ നല്ല വേവുണ്ട്. ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത്, ഇതേപോലെ സ്ലോ ഫയറിലാണ് ഞാൻ ബീഫ് വേവിക്കുന്നത്. വല്ലപ്പോഴൊക്കെ എല്ലാ ബീഫ് വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ അധികം ബീഫ് ഞാൻ കഴിക്കാറില്ല.
അപ്പോൾ ഇത് ഏകദേശം ഒരു 45 മിനിറ്റെങ്കിലും അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു, ഇടയ്ക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതുപോലൊക്കെ ചെയ്യണം, അല്ലെങ്കിലുണ്ടല്ലോ ഈ ഗ്രേവി കുറുകി അങ്ങനെ അടുക്കി പിടിച്ച് പോയാൽ അറിയത്തില്ല കേട്ടോ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുരുമുളക് നിങ്ങൾക്ക് അളവ് നോക്കി കണ്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം, അഥവാ കുറച്ച് മതിയെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുളക് പൊടിയെക്കാട്ടിലും കുരുമുളക് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂൺ ഇല്ല, ഗരം മസാലയുടെ ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഇളക്കി പാകത്തിന് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് നോക്കി എല്ലാം ഓക്കെയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ച് തന്നെ ഞാനൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ തീ ഓഫാക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലൊക്കെ തീ ഓഫാക്കണം. ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതായത് ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകും. ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. അത്രേ ഉള്ളൂ സംഭവം. അടിപൊളി ഒരു ബീഫ് കറിയാണ്. പക്ഷേ നമ്മുടെ ഉപ്പുമാങ്ങയുടെ ഫോളോവേഴ്സിന് എല്ലാം അറിയാവുന്ന റെസിപ്പിയാണിത്. ഞാനത് നേരത്തെ 1 കിലോയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ല റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.